കണ്ടോ ഇപ്പൊ നടക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ഉണ്ണിച്ചേറിന്റെ വലയമ ഒരു വലിയ മീൻ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയത് നിങ്ങൾ എന്തായാലും. ഒരു വലിയ മുതല്, അതാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇതൊന്നും നോക്കിയ നിങ്ങള്. എന്താ മുതലെന്ന് നോക്കിയേ, ഒരു മുട്ടൻ കറുപ്പാണ്ട വന്ന് വീണേക്കണ, ചത്തട്ടില്ല. അതെ ചെകളനക്കണാണ്ട ഇപ്പൊ കേറിയതാണ്ട ഒരു 12 കിലോന്റെ മുതല്. ഇത് വൈപ്പിലെ 2ാമത്തെ വലയമ്മ കയറിയേക്കണതാണ്ട, ഉണ്ണിച്ചേറിന്റെ വലയമ്മ. ഉണ്ടാ ആനത്തിനെ നോക്കി നോക്കളെ. പ്രാശം ആദ്യത്തെ കിടത്തി അത് അതുമ്മലേക്ക് മാറ്റുമ്പോ എടുക്കാം നമുക്ക്. എടുത്ത് കിട്ടുമ്പോ നോക്കിക്കോട്ടെ. ഇതിന്റെ തൂക്കമൊക്കെ ഞാനിതിൽ കാണിക്കാം. കാണുന്നവരോടായിട്ട് പറയണേന് ഇതിന്റെ തൂക്കം കാണിക്കാം. ഇതിപ്പോ ബോക്സ് അടക്കം 12 സംതിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഒന്നും പറയണില്ല. നമുക്ക് എന്തായാലും 12,400 ബോക്സ് അടക്കം ഉണ്ടായിരുന്ന. അല്ല ബോക്സ് ഇല്ലാതെ 12,400. റാഫേലേട്ടപ്പെടുത്തുന്നതിന് കുഴപ്പമുണ്ടോ? വീഡിയോയില് കാണിച്ചോട്ടെ. നമ്മുടെ റാഫേലേട്ടനാണ്ടത്. നമ്മള് വൈപ്പിങ്ങരയിൽ വന്നു കഴിഞ്ഞാൽ ഈ പുള്ളിനെ കാണും. കഴിഞ്ഞ കൊല്ലം അത്യാവശ്യം കറുപ്പിനൊക്കെ പിടിച്ച ആളാണ് ചൂണ്ടയില്. 14 പിടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ചൂണ്ടക്കാർക്ക് കിട്ടിയില്ലെങ്കിലും ഇതിനൊന്ന് കാണാൻ കിട്ടി. ഈ പ്രാവശ്യം നമ്മൾ ആരും കണ്ടിട്ടുണ്ടായില്ല. ഈ മുതലിനെ കണ്ടു, ഒക്കെ ചെറുതായിരുന്നു. ഇവനൊന്നും നമുക്ക് നോക്കാം, ശരിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അതിന് തൂക്കം നോക്കാൻ പോണേ കേട്ടോ. 12 കിലോ 12,600. 12 പോരെ കണ്ടോ? ചേട്ടോ 12 പോരെ കച്ചവടമായിട്ടാ. 12.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അതെ ഈ വലയിലാണ് നമ്മള് അത് കിടന്ന് പിടക്കണേ നോക്കിയപ്പോ. നമ്പറുള്ള കച്ചവടമായി. 12,600. അല്ല ഞാനറിഞ്ഞ ഒരു വീഡിയോ എടുക്കായിരുന്നു. അതെ വിവരം അപ്പറിയാം. ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്റെ പേജ് ഫോളോ ചെയ്യാം. ഇതേപോലുള്ള കാഴ്ചകളായിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കും. 12.5 കിലോ കേട്ടോ. കേട്ടോ അന്നേ വെള്ളത്തിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് 2 വലകളെ വലിക്കണുള്ളൂ കേട്ടോ. നിലവിൽ 2 or 3 വലകളെ വലിക്കണുള്ളൂ. വെള്ളം നിലവായി വരണുള്ളൂ. അല്ല ഇത് ലൈവിൽ തന്നെ നിക്കട്ടെ. ലൈവിൽ തന്നെ നിക്കട്ടെ. ആൾക്കാര് വന്ന് ആള് വരും. 9 ഇത് യാവൂല. എന്നിട്ട് വെള്ളം വെള്ളം വായിലൊഴിഞ്ഞു കൊടുത്താൽ പിന്നെ അവിടെ കൊണ്ടു. ഞങ്ങള് വന്നില്ലെങ്കിൽ അങ്ങനത്തെ കച്ചവടം. കുഞ്ഞിലെ മീൻ കൂടെ കച്ചവടം. റാഫേലേട്ടന്റെ പ്രതിനിധിയാണോ വന്നേക്കണേ? ആള് തന്നെ ഉണ്ടോ? ഇത് വേണോ? ഇത് വേണോ? ഏതാ ഇവിടത്തേന്? കാളമുക്കില് ഏതാണ്? പച്ചക്കറിയുടെ പച്ചക്കറി. അതെ ഓക്കെ ഓക്കെ. ഞാൻ കൊടുത്താലേ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത കൈക്ക് മീനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഉണ്ടാവട്ടെ, ഉണ്ണിച്ചേറിനെ എന്തെങ്കിലും കിട്ടുമല്ലോ. ഇതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള പണിയാണ് കേട്ടോ. വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ. ശരിക്കും പറഞ്ഞാൽ ഇത് മുഴുവനും കൊണ്ടിട്ടാണ്ട് ഈ അധ്വാനം ഇവിടെ നടക്കണേ. ചിലതിൽ നല്ലോണം മീനുകൾ കയറി വീഴും,
ചില ദിവസം കാലിക്കും പോകും. ഇതിലും എന്തെങ്കിലും ഉണ്ടാവണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന അധ്വാനത്തിനുള്ള പൈസയെങ്കിലും കിട്ടുമല്ലോ. ഒരു താരം കിടന്ന് ഓടാണ്. അറിഞ്ഞില്ലായിരുന്നു അപ്പൊ കൂട്ടിക്കിടക്കായിരുന്ന അവിടെ കിടക്കും. അപ്പൊ ഒതുങ്ങിപ്പോയിട്ടുണ്ടാവും അല്ലേ? ഒരു കൈ കൊണ്ട് നോക്കാം, നമുക്ക് എന്താണോ ഉള്ളത് നോക്കാട്ടോ. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. 2 ചെറുമീനുകളാണെന്ന് തോന്നുന്നു. കള്ളട കുഞ്ഞാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം, വേറെ ഒന്നുമല്ല കേട്ടോ. കറുപ്പിനെ പാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഫുള്ളായിട്ട് വിശ്വരൂപം ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊന്ന് നിങ്ങളെയും കാണിക്കണമെന്ന് കരുതി. അതിൻ്റേതായ രൂപത്തിലല്ല അത് കിടക്കണം. അതിൻ്റെ വിശ്വരൂപം അതിനെ പുറത്തോട്ട് എടുക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ആ വിശ്വരൂപം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലൈവ് നിർത്തും. അതുവരെ ക്ഷമിക്കുക. വല്ലവരും വാങ്ങിച്ച മീനാണ്. നടക്കട്ടെ. ഇപ്പോൾ വലിച്ചിട്ട് എന്താ കിട്ടിയെന്ന് നോക്കാം. പൂരിയൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് പൂവാലനുണ്ടല്ലോ ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലേ. പൂവാലനും ചൂടൻ ചെമ്മീനൊക്കെ ഉണ്ട് പറയുന്നത്. പൂവാലൻ ചെമ്മീനാണ് കേട്ടോ. ചിനോലയിലൊക്കെ പൂവാലൻ ചെമ്മീനും കിട്ടുവേ. ടീം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനെ പാക്കിംഗ് ആണ് നടക്കാൻ പോണേ. ഒന്ന് എടുത്ത് ഇങ്ങനെ ഹാങ് ചെയ്യാമോ? അല്ല, വായിന്റെ അവിടെ ഒന്ന് കുരക്കിന്റെ അടുത്ത് ഒന്നിട്ട് പൊടിക്കില്ലോ. ഞാൻ കുളത്തിൽ നമുക്ക് നടക്കണില്ല. ഇതുപോലെ ചെറുതിട്ടിട്ട് ഞാൻ കുളത്തിൽ അങ്ങനെ തന്നെ കുടയും പെടഞ്ഞപ്പല്ലേ എന്റെ കൈക്കട്ടോടെ പണി കിട്ടിയെന്നല്ല. നിങ്ങളതെന്തായാലും പുറത്ത് വെച്ചിട്ട് ചെയ്യും. തട്ടുമേന്ന് മാറ്റിയിട്ട് ഇത്തിരി സേഫ് അല്ലേ തട്ട്? തട്ടുമേന്ന് മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യാം. എന്തായാലും ചെയ്യണുണ്ടെങ്കിൽ ഇനി എങ്ങാനും പിടച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ വഴുക്കലുണ്ടാവുകയെ നല്ല രീതിയിൽ. ചത്തട്ടില്ല പുള്ളിക്കറി. അവിടെ നിന്ന് പാക്ക് ചെയ്യും. അവിടെ ഇട്ട് പാക്ക് ചെയ്യണം നല്ലത്. സിമ്പിളായിട്ട് പാക്ക് ചെയ്യും. ഒരു കുട്ടിച്ചാക്ക മുഴുവനുണ്ട്. യാത്രയാക്കേണ്ട പാക്കിങ് കഴിഞ്ഞു. വില പറയാമോ? വേണ്ട, വില ഉൾപ്പെടുത്തണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.